വിളയൂർ കൈപ്പുറം റോഡ് നവീകരണത്തിന് തുടക്കമായി. വിളയൂർ സെന്ററിൽ റോഡ് ഉയർത്തുന്ന പ്രവർത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. 2 ദിവസം റോഡ് പൂർണ്ണമായും അടച്ചിട്ടാണ് പ്രവർത്തികൾ നടക്കുന്നത്. വിളയൂർ കൈപ്പുറം പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി വിളയൂർ സെൻട്രൽ റോഡ് ഉയർത്തുന്ന പ്രവർത്തികൾ ചൊവ്വാഴ്ച ആരംഭിച്ചു. 2 ദിവസത്തേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് റോഡ് ഉയർത്തുന്നത്. റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ പൊളിച്ചുമാറ്റിയുള്ള പ്രവർത്തികളും തുടങ്ങി. 5,76 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡിൽ നവീകരണം നടപ്പാക്കുന്നത്. കൊപ്പം വളാഞ്ചേരി പാതയെയും കൊപ്പം പെരിന്തൽമണ്ണ പാതയെയും ബന്ധിപ്പിക്കുന്നതാണ് വിളയൂർ കൈപ്പുറം റോഡ്. 10 വർഷം മുൻപ് റബ്ബറൈസ് ചെയ്ത റോഡിലെ പല ഭാഗത്തും തകർച്ച രൂക്ഷമാണ്. കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നതും റോഡ് തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. ഈ സാഹചര്യത്തിലാണ് പാത നവീകരിക്കാൻ പദ്ധതിയായത്. നവീകരണത്തിന്റെ ഭാഗമായി കാളാഞ്ചിറയിൽ 2 ഓവുപാലങ്ങൾ പുതുക്കി പണിതു. എടപ്പലം പേരടിയൂർ ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട്. കൈപ്പുറം റോഡിൽ നിന്നും വിളയൂർ സെന്ററിലേക്ക് തിരിയുന്ന ഭാഗത്താണ് ഉയരം കൂട്ടുന്നത്. 100 മീറ്ററോളം ഭാഗം ഉയർത്തും. ഇതിനായാണ് 2 ദിവസം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. വാഹനങ്ങൾ കരിങ്ങനാട് ഉദയപുരം റോഡ് വഴിയും വിളയൂർ UP സ്കൂൾ റോഡ് വഴിയും യാത്ര ചെയ്യണമെന്ന് ഷൊർണൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് നിയന്ത്രണം. മഴയ്ക്ക് മുൻപ് റബ്ബറൈസിംഗ് പ്രവർത്തികൾ നടപ്പാക്കി റോഡ് നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പട്ടാമ്പിക്ക് 10 മാറ്റ് സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ട്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.